മെയ് 4 വരെ ഇവർക്കൊക്കെ സ്വപ്നം കാണാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട കെ സുധാകരൻ ഒരു വിപ്ലവാത്മകമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കെ സി വേണുഗോപാലെ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സേവനോട് ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ നെടുംതൂണായ അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ തന്നെ തുടർന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തുടർന്നുമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യ ചേരിയിലെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് ഒരു പോറൽ ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങളും ഞങ്ങളും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കും വോട്ടെടുപ്പിന് ശേഷവും വരാൻ പോകുന്നത്. അതുകൊണ്ട് ദേശീയ കോൺഗ്രസിന് ഒരു കാരണവശാലും ഒരു നഷ്ടം സംഭവിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. അല്ല, അപ്പൊ അതും ഈ കെ സുധാകരൻ നേരത്തെ ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പൊ കെ സി വേണുഗോപാലായി ആർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവാം. ഒന്നാമത്തെ കാര്യം, മെയ് 4 വരെ ഇവർക്കൊക്കെ സ്വപ്നം കാണാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുപോലുള്ള ഒരു ഇടവേള ഉണ്ടായിരുന്നു ഇല്ലേ ശരത്തെ, വോട്ടെണ്ണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്തെല്ലാം സ്വപ്നങ്ങളാണ് ആൾക്കാർ നെയ്തെടുത്തത്. മന്ത്രിമാരെ പോലും അവർ പ്രഖ്യാപിച്ചു, ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചു വരുത്തി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ ഒരു പൊറാട്ട് നാടകത്തിൻ്റെ ഒരു ആവർത്തനം നടക്കുകയാണ്. പിന്നെ കെ സുധാകരന് ചില കാര്യങ്ങളിൽ കണക്ക് ചോദിക്കാനും തീർപ്പ് കൽപ്പിക്കാനും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം കളം നിറഞ്ഞ് അദ്ദേഹം പെരുമാറും. അദ്ദേഹം ഇനി വൈകാതെ തന്നെ ഈ രംഗത്തേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. എന്നാ കാരണം വെച്ചാൽ എം പി കെ സി പിന്നത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. കെ സി വേണുഗോപാലിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നായകത്വം വഹിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതേ പദവിയുള്ള എം പി പദവിയുള്ള കെ സുധാകരന് പറ്റില്ലേ? അപ്പം ഇനി വൈകാതെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയും, എന്നാ കെ സുധാകരൻ തന്നെ ആകട്ടെ, കെ സി വേണുഗോപാലിനാകാന്ന് പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ എതിർത്തില്ലല്ലോ, എന്നാ കെ സുധാകരനാകട്ടെ എന്ന് പറയില്ലേ? എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ദേശീയ കോൺഗ്രസിന് ഒരു ക്ഷീണം സംഭവിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളോ ഞങ്ങളോ ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കുന്നില്ല. അദ്ദേഹം ഒരു നെടുന്തൂണായിട്ട് ഇനിയും കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ തുടരണം. പ്രഥമ കുടുംബത്തിന് എല്ലാവിധ താങ്ങും തണലുമായി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം.